എക്സ്ക്യൂസ് മീ, ഈ സീറ്റ്. ഓ, ബി കംഫർട്ടബിൾ. വേണ്ട വേണ്ട, ഞാൻ വേണമെങ്കിൽ. ഇറ്റ്സ് ഓക്കെ. ഐ എം സുരേഷ്, ആർ കെ നായർ. ആ, ഇവിടെ നിൽക്കുകയാണോ? പോയടാ മോനെ, ആ സീറ്റിലെ ആള് വന്നു. ആള് വന്നേരൊന്നും വലിയ കാര്യമില്ല. അവൻ റെയിൽവേയിലെ ഓഫീസറൊന്നും അത് അല്ല. പറയാൻ പറ്റില്ല. ബീജമാനം കളിക്കാതെ ആ ചെറുക്കൻ എങ്ങനെ റെയിൽവേ ഓഫീസർ ആവുന്നത്? ഇനി അതാണെങ്കിൽ തന്നെ അവൻ റെയിൽവേയിലെ സ്വീപ്പറോ അല്ലെ പാളത്തിൽ കൊടി പിടിക്കുന്നതോ അല്ല. പാളത്തിൽ കൊടി പിടിക്കുന്നതിനൊക്കെ വെൽ ഡ്രസ് ആയിട്ടുള്ള വരിക. ഇക്കാലത്ത് വെൽ ഡ്രസ്ഡ് ആണെന്ന് ഒരു കാര്യമില്ല. റെയിൽവേ ഓഫീസറിലും തനിക്ക് ഉറപ്പാണ്? ഏകദേശം എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാര്യമായിട്ട് സംസാരിച്ചു നോക്കാം. കുഞ്ഞു കുഴപ്പമുണ്ടാക്കരുത്. ഇയാളെന്ത് കുഴപ്പമുണ്ടാക്കല്ലേ? കുഴപ്പമുണ്ടാക്കില്ല, ഞാൻ കുഴപ്പക്കാരനാ. ഞാൻ അങ്ങോട്ട് പോയി മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് സംസാരിച്ച് കൈകാര്യം ചെയ്യാം. അല്ലെ ഒന്നുകൂടി മനസ്സിന്റെ ധൈര്യം വരട്ടെ. എനിക്ക് കുറച്ച് ഒഴിച്ചു, എനിക്ക് കുറച്ച് ധൈര്യം വരട്ടെ. എങ്ങനെയുണ്ട് എന്നെ കണ്ടീഷൻ? എങ്ങനെയുണ്ട്? കൊള്ളാം, ഡീസന്റ് ആയിരിക്കും. കുറച്ചും ഒഴിക്കും. ആ, എന്താ കാര്യം? അയ്യോ സാറിനല്ല, ഈ സാറിന്. ഇങ്ങനെ വന്നേ എന്നെയോ? ഒരു കാര്യം പറയാ. ഞാൻ പറയാം, വാ. സുരേഷ് കെ നായരല്ലേ? ടോണി കുരിശിങ്കർ. എന്നെ എങ്ങനെ മനസ്സിലായി? അതൊക്കെ പറയാം, വാ വാ. സോറി കേട്ടോ. വാ. അല്ല, നടക്കാൻ പറ്റേ. എന്താ പ്രശ്നം? ഞാൻ പറയാം, വാ. ഇവിടെ ഇരുന്ന് സംസാരിച്ചാലേ ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാബിന്റെ അകത്ത് വരുന്ന പറഞ്ഞാൽ നമ്മുടെ വാ ഇവിടെ ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. കഞ്ഞിക്കുഴി. പോ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഇത് യുവജന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ ക്ലോസ് ഫ്രണ്ടാണ് ഹരി. കുമ്പളം ഹരി. എന്താ വേണ്ട? ബിസ്കി ബ്രാൻഡ്? ഞാൻ കഴിക്കില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ചിപ്സ് ഞാൻ കഴിക്കില്ലെന്ന്. അതെന്താ? നിങ്ങൾ എന്തിനാ വിളിച്ചോണ്ട് വന്നത്? ഒന്നുമില്ല. നിങ്ങളെ ആർക്കാ നേരത്തെ കൂപ്പയിലല്ലേ? കൂപ്പയില്. അപ്പൊ നിങ്ങള് ആ സീറ്റ് ഒഴിഞ്ഞ് ഇവിടെ വന്നിരുന്നാൽ, അതായത് എന്റെ സീറ്റ് വന്നിരുന്നാൽ ഞാൻ അവിടെ പോയിരിക്കും. അതെന്തിനാ? നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നല്ലോ. അല്ല, പേഴ്സണലായിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് ബുദ്ധിമുട്ടാ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് വേണേലും ചെയ്യാം. അതല്ല, എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കും സുഖമുള്ള കാര്യമല്ല. ഒന്നാമത് ഞാൻ മദ്യപിക്കില്ല. പിന്നെ നിങ്ങൾ കമ്പനിയൊക്കെ കൂടി തമാശ പറഞ്ഞ് മദ്യപിച്ചൊക്കെ ഇരിക്കുന്നതിനിടയ്ക്ക് ഞാനൊരു ഓടുമാൻ ഔട്ട് പോലെയാവും. എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കും അതൊരു സുഖമുള്ള കാര്യമല്ല. സോറി. അല്ല, അവിടെ ആശാനെ. അതെ, കള്ളൊരു പ്രശ്നമല്ല. ഇവന്മാരിനി കള്ളു കുടിക്കത്തില്ല. ഒരു പെഗ് പോലും കഴിക്കാൻ പാടില്ല. മനസ്സിലാ? സാറിന് കള്ളു കുടിക്കുന്ന ഇഷ്ടമല്ല. മദ്രാസിൽ ചെല്ലുന്നവരെ കള്ളുകൂടിയില്ല, ഒരു പരിപാടി. കംപ്ലീറ്റ്ലി സൈലന്റ്. ഓക്കെ, പോയി. പ്ലീസ് പ്ലീസ്. അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ല ആശാനെ. ഇനിയുള്ള കാര്യം പറയാം. പെൺകുട്ടിയില്ലേ ദേവി, ആശാൻ അവിടെ പോയി പറയും. പറയല്ലേ? പറയോ? ഇല്ല. ഞാൻ കുട്ടിയായിട്ട് ശകല അടുപ്പത്തില്ല. കളിയാ, ഭയങ്കര സാധനം. അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ കണ്ടിട്ടറിഞ്ഞ ഭാവം കാണിച്ചില്ല. അപ്പനും അമ്മയ്ക്ക് അറിയാം ഇങ്ങനെ എടുത്തോണ്ടെന്ന്, അത് ഞാനാണെന്ന് അവർക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് ആ സീറ്റ് തരികയാണെങ്കിലേ ഞങ്ങൾ ഇങ്ങനെ കളി തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോളിയായിട്ട് അങ്ങ് പോവും. എന്റെ പൊന്നാചാരം, നമ്മളൊക്കെ ചെറുപ്പമല്ലേ? നിങ്ങളൊക്കെ സഹകരിച്ചില്ലേ പിന്നെ ആര് സഹകരിക്കാനാ? നിങ്ങൾക്ക് സൈഡ് സീറ്റ് തരാം, ചുമ്മാരെ പൊക്കിയെടുത്ത് വെളിയിടാം, കള്ളുകൂടിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. പറ്റില്ല. എനിക്ക് മദ്രാസിൽ നാളെ ഇന്റർവ്യൂ ഉള്ളതാ. രാത്രി സമാധാനമായിട്ട് വല്ലതും പഠിക്കണം. ഇഷ്ടപ്പെടാത്തൊരു കമ്പനിയിൽ
വേണ്ട, അത് ശരിയാവില്ല. ഐ എം സോറി. അങ്ങനെ അങ്ങ് പോയാലാ? ഒന്ന് മാറി. പിന്നെ മാഷാണ് ഇങ്ങോട്ട്. ഒരു ആക്കിയിട്ട് പോകരുത് കേട്ടാ. നിനക്ക് എന്തൊക്കെ സൗകര്യം ആ മുറിക്കകത്ത് ചെയ്ത് തരാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ തനിക്ക് എന്താ എത്ര നിർബന്ധം ഈ മുറിക്കകത്ത് തന്നെ കുത്തിയിരിക്കണമെന്ന്? നിന്റെ ഭാര്യ അമ്മായിയപ്പനും അമ്മയമ്മ ഇതിനകത്തിരിക്കണ. അനാവശ്യം പറയുന്നത്. അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യണം? ആഴ്ചവന്റെ ഷേപ്പ് ഞാൻ മാറ്റൂ. അവൻ ആരവൻ? എന്നാ അവൻ അറിഞ്ഞൂടാ. എന്താ എന്താ പ്രശ്നം? ഇവന് രണ്ടടി കൊടുത്തിട്ട് തന്നെ കാര്യം. എന്താ കാര്യം? കുറെ നേരമായി ഇവനോട് കിടന്ന് കളിക്കുന്നു. എന്താ കാര്യം? അല്ല സാറേ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇയാൾക്ക് ഇവിടെ വന്നിരിക്കണം. ഞാൻ അങ്ങോട്ട് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു ബഹളം. അല്ല എന്താ ഇത്? ഇത് എന്റെ സീറ്റല്ലേ? ഞാൻ ഈ കള്ളുടി മാറി. അതാണല്ലേ കാര്യം. തനിക്ക് ഇവിടെ എന്താ കാര്യം? എനിക്കിവിടെ പല കാര്യമുണ്ട്. ഒരു പുല്ല് കാര്യമില്ല. ആദ്യം കളിച്ചാ നിന്റെ ആർക്കാരാന്ന് എനിക്കറിയില്ല. നിന്നെ വന്നപ്പോ മുതലേ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഭാര്യയും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നിടത്ത് വന്ന അവന്റെ ഒരു കളിയും. ടോണി വാ മോനെ. സാറ് ഇതിലിടപെടണ്ട. സാറ് പോയെ. ഞാനാ വിളിക്കുന്നത് ടോണി. അതിന് ഈ ജാതി പാർട്ടീസിനൊക്കെ ട്രെയിനിൽ വെച്ച് പൊറപ്പിച്ചാലുണ്ടല്ലോ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാറെ ക്ഷമിക്കണം, കുടിക്കണ്ടേ? എന്താ വേറെ ചെവിക്കാത്തിട്ട് ഊന്നുന്നത്? അല്ല വലിച്ചോണ്ട് പോന്നു. അത് ട്രെയിൻ ഞാൻ വലിച്ചു. ഞാൻ ചെയ്യും വലിച്ചേരാം. ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ലല്ല ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ല അല്ല ഒരു അല്ല ഒന്ന് എന്താ പ്രശ്നം? പിന്നെ രാവിലെ മറ്റേ വാചകമൊന്നും അടിക്കണ്ട. കാര്യം പറയട്ടെ. അല്ല സാറേ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അവിടെ ഇരുന്ന അയാൾക്കെന്തോ കുഴപ്പം പറ്റുന്ന അവിടെ ഉരുകി പോവോ? അല്ല ഞാനും അവനായിട്ട് തനിക്ക് എന്താ വ്യത്യാസം? അവനാരാ? തന്റെ മരുമാനോ? അത് പുറത്തെടുക്കണോ? അങ്ങനെയാണെങ്കിൽ പുന്നാര മോനായി കെട്ടിച്ചു വിടണോ? അല്ല പിന്നെ ഒരമ്മായപ്പന്റെ സ്നേഹമാണെന്ന് വിചാരിച്ചോളാം. എടാ സാർ വേണ്ട. അകത്ത് കയറി സാർ. അങ്ങനെ വല്ല കശുവണ്ടി പറയരുത്. തനിക്ക് വേണേ താൻ അകത്ത് പറയണോ? അല്ല അല്ല എനിക്ക് ഗവൺമെന്റ് കുടിക്കണ്ട ട്രെയിനിൽ നിയമം ഉണ്ടാക്കിയാണ്. ഇനിയിപ്പോ ഇത് മതി. കയറിയത് മനുഷ്യൻ ഈ തീവണ്ടി നിന്ന് മറിയുന്ന തോന്നണേ. ഞാൻ ഒരു കാര്യം പറയാം. ഈ വണ്ടി മദ്രാസിൽ എത്തുന്നതിന് മുമ്പ് എന്റെ ജോലി പോയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ. എല്ലാവരോട്ടും പറയാ, മദ്രാസിൽ ചെന്ന് ഇറങ്ങിയ ക്രിക്കറ്റ് കളി കാണുന്ന പരിപാടിയില്ല, നിന്റെ നോവല് സിനിമയാക്കുന്ന പരിപാടിയില്ല, പിന്നെ മറ്റു പരിപാടിയില്ല. മദ്രാസ് സ്റ്റേഷനിൽ ചെന്നാലേ അവനവന്റെ അമ്മയപ്പന്റെ ക്യാബിന് വെളിയിറങ്ങുമല്ലോ. അവനെ അടിച്ച് അവന്റെ 32 പല്ലും വായിടാതെ നമ്മൾ പ്ലാറ്റ്ഫോം വിടുന്ന പ്രശ്നമില്ല. ചെറിയൊരു ആൾട്രേഷൻ. 32 പല്ലിൽ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ ഫ്രണ്ടില്. മരിച്ചുപോയ നിന്റെ വല്യമ്മച്ചിക്ക് അങ്ങനെ ആയിരുന്നു. അതൊരഴകാ. എന്റെ അമ്മൂമ്മയുടെ പല്ല്. അയ്യ